പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സെലിൻ. എൻ്റെ വീട് ഇപ്പം ഞാൻ താമസിക്കുന്ന ഉഴവൂര്. ജീവിത പങ്കാളി, 2 മക്കൾ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ അമ്മച്ചി, ചാച്ചൻ, ഞങ്ങൾ 7 മക്കൾ ഒത്തിരി സന്തോഷമായിട്ട് ചാച്ചൻ അമ്മച്ചിയൊക്കെ കൂലിപ്പണി എടുക്കുന്നു, സന്തോഷമായിട്ട് കഴിഞ്ഞു വരുന്നു. അപ്പോൾ എന്നും സന്ധ്യ ആകുമ്പോൾ പാട്ടൊക്കെ പാടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ അമ്മച്ചിയൊക്കെ ചാച്ചൻ പണിയാൻ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഉറങ്ങിയെങ്കിൽ കുഞ്ഞുങ്ങൾ വരെ വിളിച്ചേപ്പിച്ചിട്ട് ജപമാല ചൊല്ലിയിട്ടാണോ കിടക്കുന്നത്, കഞ്ഞി കുടിച്ചോ എന്ന് ചോദിക്കാറില്ല. ജപമാല ചൊല്ലിയിട്ടല്ല എങ്കിൽ എല്ലാവരും വിളിച്ചേപ്പിച്ച് ജപമാല ചൊല്ലി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് സ്തുതി ചൊല്ലി ഉമ്മ കൊടുക്കുന്ന ഒരനുഭവം. ആ ഒരു ജീവിതത്തിൽ നിന്ന് കുടുംബജീവിതത്തിലേക്ക് ഞാൻ കിടക്കുന്ന നാൾ. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഇവിടെ കെട്ടിച്ചു വിട്ട വീട്ടിൽ വന്നപ്പോൾ ജപമാലയുടെ ഒരു അനുഭവം ഇല്ല. ഇപ്പോൾ വീട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞാണ് വിട്ടത്. വീട്ടിൽ ചെന്നിട്ട് അമ്മയൊക്കെ എന്നാ പറയുന്നെല്ലാം ചോദിച്ചു അറിഞ്ഞും ഒക്കെ വേണം ചെയ്യാൻ, ചെല്ലുന്നതേ പ്രാർത്ഥനയൊന്നും തുടങ്ങരുത് എന്നൊക്കെ പറഞ്ഞാൽ വിട്ട്. ഇപ്പോൾ 1 മാസമായിട്ട് ശ്രദ്ധിച്ചു, പ്രാർത്ഥനയൊന്നുമില്ല. അങ്ങനെ ഒരു അന്തരീക്ഷം. അപ്പം ഞാൻ എൻ്റെ മുറിയിലിരുന്ന് തന്നെ എന്നും രാത്രിക്ക് ജപമാല ചൊല്ലും. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ അമ്മയല്ല എന്നെ ഇവിടെ കൊണ്ടുവിട്ടത്. എനിക്ക് തന്ന വീടാണെങ്കിൽ ഈ വീട്ടിൽ ജപമാല ഉണ്ടാകണം. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം എനിക്ക് തരണം. അങ്ങനെ പറഞ്ഞ് കണ്ണീരോടെ എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ കയറി വന്നല്ല, എൻ്റെ അമ്മ എന്നെ കൊണ്ടുവിട്ടതാ. ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ വീട്ടിൽ നിന്ന് എൻ്റെ ജീവിത പങ്കാളി ധ്യാനത്തിന് പോകണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. പക്ഷേ ഈ വീട്ടിൽ നിന്ന് അമ്മേൻ്റെ 8 മക്കളുണ്ട്, ആരെങ്കിലും ഒരാൾ ധ്യാനത്തിന് പോകണം. ഞാൻ സ്വർഗസ്ഥനായ പിതാവേന്ന് പ്രാർത്ഥന ചെല്ലുമ്പോൾ അന്നു വേണ്ടുന്ന ആഹാരം എന്നൊരു പ്രാർത്ഥന ചെല്ലാൻ എൻ്റെ കൂടെ ചെല്ലാൻ എനിക്ക് ആൾ വേണം. പിന്നീട് ദൈവം അമ്മ എല്ലാവരും ചേർത്ത് പിടിച്ചോളൂ എന്ന് എനിക്കറിയാം. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറയാം, അമ്മേ പൊന്നു കുഞ്ഞ് 3 വെള്ളിയാഴ്ച ഉപവാസം എടുക്കും, തളരാതെ എൻ്റെ അമ്മ നോക്കണം. ഞാൻ പ്രിയമുള്ളവർ, അന്ന് വ്യാഴാഴ്ച വൈകിട്ട് അത്താഴം കുടിച്ചതാണ് എങ്കിൽ ഞാൻ ശനിയാഴ്ച പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് വന്നിട്ട് ഞാനൊരു മിഠായി പോലും വായിലിടുള്ളൂ, വെള്ളം കുടിക്കും. അങ്ങനെ 3 വെള്ളിയാഴ്ച ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ആഴ്ച എൻ്റെ അനിയൻ പണിയാൻ പോയിട്ട് വന്നിട്ട് അവൻ പറയുക, ആൻറ്റി ഞാൻ നാളെ ധ്യാനത്തിന് പോവുക. എവിടെ? ഡിവൈനിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. അതിനെപ്പം അങ്ങനെ തോന്നിയേ, കൂട്ടുകാരൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ ഡിവൈനിൽ ധ്യാനത്തിന് പോയി. ധ്യാനമൊക്കെ കൂടി വന്നു. പോയി കഴിഞ്ഞപ്പോൾ ശനിയാഴ്ച പോകുന്നു. പിറ്റേ ശനിയാഴ്ച അവൻ തിരിച്ചു വരുന്നു. അപ്പോൾ തിങ്കളാഴ്ച ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥനയൊന്നും കൂടാതെ ഇവൻ കയ്യും കെട്ടിയിരിക്കുന്ന ഒരനുഭവം എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ മകൻ പ്രാർത്ഥിക്കുന്ന പോലുമില്ല, അവിടെ ഇരിപ്പുണ്ട്. പൊന്നു കുഞ്ഞ് നാളെ ഉപവാസം എടുക്കുക, അവനെ തൊടാതെ ഇങ്ങ് വിട്ടേക്കരുത് കേട്ടോ. ഇത് പറഞ്ഞ് ജപമാല പ്രിയുള്ള രാത്രി 3 മണിക്കേറ്റ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അമ്മ തൊടാതെ വിടരുത്. അങ്ങനെ ധ്യാനമൊക്കെ കൂടി അവൻ തിരിച്ചു വന്ന് താഴെ വന്നതേ ശനിയാഴ്ച താഴെ വന്നതേ എന്നെ വിളിച്ചു. ആൻറ്റിയെന്ന് വിളിച്ചോണ്ട കയറി വരുന്നത്. ഞാൻ വേഗം വിളി കേട്ട് ഇറങ്ങിച്ചെന്നു. എന്നോട് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. എനിക്ക് ചിരി വന്നു. പോയ ആളല്ല, ഭയങ്കര സന്തോഷം അവന്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. എനിക്ക് ചിരി വന്നു. ഞാൻ വേഗം അങ്ങ് കയറിപ്പോയി. ഇരുന്ന് കഴിഞ്ഞപ്പം എന്നോട് പറയാ, ആൻറ്റി ധ്യാനത്തിൻ്റെ ദിവസം ബുധനാഴ്ച ഒരു സംഭവം ഉണ്ടായി. എന്നാന്ന് ചോദിച്ചാൽ, ജനിച്ചിട്ട് 4 വയസ്സാകാറായി, 4 വയസ്സായി എന്ന് പറയും ഒരു കൊച്ച്, ചെറുക്കൻ കൊച്ച്. അവൻ നടന്നിട്ടില്ല, അവൻ്റെ കാല് മെലിഞ്ഞിട്ട് പാദം പുറകോട്ടിരിക്കുക. അപ്പോൾ പനക്കിലച്ചൻ വിളിച്ചു പറയാ, ജനിച്ചിട്ട് 4 വയസ്സായിട്ട് നടക്കാത്ത ഒരു കുഞ്ഞിനെ കർത്താവ് തൊടുന്നു. ഇത് വിളിച്ചു പറഞ്ഞ ഇവരെയുള്ളവരെ 2 സൈഡ്, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും സൈഡ് കയറ് കെട്ടി തിരിച്ചേക്കുന്നു. ഇവൻ അപ്പുറം ഇരിക്കുന്നു, ഈ കൊച്ചിനെയും കൊണ്ട് അമ്മ ഇപ്പുറം ഇരിക്കുന്നു. ഈ കുഞ്ഞിറങ്ങി ഓടി, കാല് നിവർന്നപ്പോൾ സ്റ്റേജിലേക്ക് ഓടി. ആ സമയം പനക്കിലച്ചൻ വിളിച്ചു പറയുന്നു, വിശ്വാസമില്ലാതെ കയ്യും കെട്ടിയിരുന്ന സേവർ എന്ന മകൻ്റെ നാവിൽ കർത്താവ് ഇടിമിന്നൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. അങ്ങനെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് അവന് ഭാഷാവരം കൊടുത്തപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ആ നാവിൽ കർത്താവ് ഭാഷാവരം കൊടുക്കുന്നുണ്ട്, വന്ന് ബോർഡിൽ എഴുതാൻ. അവൻ ചെന്ന് തമിഴ് പോലെ കുറേ എഴുതി വെച്ചു.
അച്ഛൻ വിളിച്ചു പറയാണ്, ഈ എഴുതിയിരിക്കുന്ന യേശു സംസാരിച്ച ഭാഷയാ അർമായ ഭാഷയാന്ന്. അങ്ങനെ എനിക്കും അമ്മയ്ക്കും ഒരു ജപമാലയൊക്കെ വാങ്ങിച്ച് സമ്പൂർണ്ണ ബൈബിള്, കൈ കൊണ്ട നടക്കാനൊരു ബൈബിള്, പാട്ടുപുസ്തകം, പ്രാർത്ഥന പുസ്തകം, ഒരു കുരിശുരൂപമൊക്കെ വാങ്ങിച്ചാണ് ഈ കുഞ്ഞ് വീട്ടിലേക്ക് വന്നത്. അന്ന് വന്നിട്ട് അവിടെ ഡിവൈനിൽ പഠിപ്പിച്ച പാട്ട് ഇച്ചിരൊക്കെ പാടും. എൻ്റെ വീട്ടിലെല്ലാവരും കൊയറുകാരും പാട്ടുകാരും ഒക്കെയാണ്. അപ്പം ഇച്ചിരി ഞാനും പാടും. ഇപ്പം അവിടെ പഠിച്ച പാട്ടെല്ലാം ഇരുന്ന് എന്നെ പാടി കേൾപ്പിച്ചു. പഠിക്കാൻ ഞങ്ങൾ രണ്ടും കൂടെ ഇരുന്ന് പാടാനായിട്ട് തുടങ്ങി. 2-3 പാട്ടൊക്കെ പാടി ജപമാല ചൊല്ലി. അന്ന് തൊട്ട് 7 വർഷം ഒരുമിച്ച് എൻ്റെ വീട്ടിൽ താമസിച്ചു. 7 വർഷം വരെ ജപമാല മുടങ്ങിയിട്ടില്ല. 7 വർഷമായപ്പോൾ എൻ്റെ അനിയൻ്റെ കല്യാണം. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കണം. സാമ്പത്തികമായിട്ട് കയ്യിലൊന്നുമില്ല. 2 പവൻ്റെ ഒരു മാലയുണ്ട്. അപ്പം അമ്മയോട് ചോദിക്കും, അമ്മേ എന്നും രാത്രി 3 മണിക്ക് കേൾക്കും, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അമ്മയോട് പറഞ്ഞു, അമ്മയുടെ പൊന്നോമന മകന് കിടപ്പേടമില്ലായിരുന്നു, പക്ഷെ എനിക്കുള്ളത് ആ കയ്യിലില്ലേ? അമ്മയുടെ തിരുക്കച്ച വിരിച്ചു പിടിച്ച് മറവിൽ പൊന്നു കുഞ്ഞിനെ നിർത്തിയിട്ട്, അമ്മയ്ക്കൊന്നും പറയാവോ? 5 സെൻറ്റ് മണ്ണ് കൊടുക്കും മാനെ, കുഞ്ഞിന് കൊടുക്കാൻ അമ്മ പറഞ്ഞാ തരും അമ്മയെന്ന് പറഞ്ഞു. ഞാൻ തലേ ഷാളിട്ടാ പ്രാർത്ഥിക്കുള്ളൂ. ഇപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ ആണ്, അമ്മയുടെ തിരുക്കച്ച വിരിച്ചു പിടിച്ച് മറവിൽ പൊന്നു കുഞ്ഞിനെ നിർത്തിയിട്ട് അമ്മ തരാൻ പറഞ്ഞാൽ തരും അമ്മയെന്ന് പറഞ്ഞ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. കണ്ണീരോടെ മുട്ടയിൽ നിന്ന് കൈ വിരിച്ച് പിടിച്ച് 3 കൊന്തയും ചൊല്ലി. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, വചനം മറിച്ചെടുത്തു. അമ്മയുടെ മകൻ വാക്ക് പറഞ്ഞിട്ട് മാറിയെന്ന് ഞാൻ കേട്ടിട്ടില്ല. മനുഷ്യൻ പറഞ്ഞാൽ വാക്ക് മാറും. അമ്മ ഈശോയോട് എന്നോട് സംസാരിക്കാൻ. ഇത് പറഞ്ഞു, വചനം പ്രാർത്ഥിച്ചു, മറിച്ചെടുത്തു, കണ്ണടച്ചു, തൊട്ട വചനം വായിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 3-ാം തിരുവചനം. നീ ഭയപ്പെടേണ്ട, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്തരിവുകളിൽ ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേലെൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേലെൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്തലരികളും പോലെ അവർ തഴച്ചു വളരും. ഇവിടെയുള്ളൊരു മഴ പെയ്യുന്ന ഒരു അനുഭവം എനിക്ക് ഈ വചനം അങ്ങ് കേട്ടപ്പോൾ. ഞാൻ ആവർത്തിച്ച് വചനം വായിച്ചു, വചനം മുത്തി എടുത്തു വെച്ചു, നന്ദി പറഞ്ഞു, ബുക്കിൻ്റെ താളെടുത്തു. അതിന് എൻ്റെ ഈശോ എൻ്റെ അമ്മ പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ചത് എന്ന് പറഞ്ഞ് വചനം എഴുതി. വെള്ളത്തിന് കുറേ ദൂരം പോകണം. ഈ കടലാസ് കൈ പിടിച്ചിടും, പെട്ടെന്ന് കാണാതെ പഠിക്കത്തില്ല. എന്നും പറഞ്ഞുകൊണ്ട് നടക്കും. പൊന്നു കുഞ്ഞിനെ തരുമല്ലോ അല്ലേ, അമ്മ പറഞ്ഞാൽ മതി, ഈശോ തരും. ഇത് പറഞ്ഞിട്ട് നന്ദി പറഞ്ഞ് ഈ വചനം പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന് 3 മാസമാകാൻ എന്നും രാത്രി 3 മണിക്ക് ജപമാല ചെല്ലും, ഈ വചനം പറയും. 3 മാസമാകാൻ 3 ദിവസം ഉള്ളപ്പം ഇന്നാണ് അളന്ന് തിരിച്ചിട്ട് 2-3 വർഷമായുള്ളൂ. അന്ന് അളന്ന് തിരിച്ചിട്ടില്ല, സ്ഥലം എന്തോരം ഉണ്ടെന്ന് അറിയത്തില്ല. ഇന്നിപ്പോൾ അളന്ന് തിരിച്ച് 75 സെൻറ്റ് സ്ഥലം 1 രൂപ പോലും വേണ്ടെന്നും പറഞ്ഞ് ആ ചേട്ടൻ ഞങ്ങൾക്ക് തരുക. ഞങ്ങൾ ആ സ്ഥലം ചെന്ന് കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെട്ടു, വാക്ക് മാറുമോ? ഈ ചേട്ടൻ ചോദിക്കുക, അതെന്നാ സഹോദരി അങ്ങനെ ചോദിക്കുന്നത്? അങ്ങനെ പറഞ്ഞ എന്നാ? ഞാൻ പറഞ്ഞു, മാല വിറ്റിട്ട് വേണം സ്ഥലം വാങ്ങിക്കാൻ, പൈസയ്ക്ക് താമസം വന്നാൽ വേറെ ആർക്കെങ്കിലും കൊടുക്കുമെന്ന് അറിയാനാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് പ്രായമായി, അമ്മ കിടപ്പ, അച്ഛൻ വന്ന് കുർബാനയ്ക്ക് കൊടുത്തിട്ട് പോയതാ എന്ന് പറഞ്ഞ്, അതുകൊണ്ട് അമ്മ 2 മാസം മുമ്പ് പറഞ്ഞു, മക്കളെ ഈ കിടക്കുന്ന സ്ഥലം കാട് പിടിച്ച് വെറുതെ കിടക്കുക, വീട് വെക്കാൻ നിവൃത്തിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തേരെ, പൈസ മേടിച്ചേക്കരുതെന്ന്. അങ്ങനെ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് ആ ജപമാല ചൊല്ലിയാണ് കിടക്കാൻ കിടപ്പേടം എൻ്റെ അമ്മ തരുന്നത്. മലയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് സ്ഥലം നമ്മൾ വാങ്ങിക്കുന്നു. സ്ഥലം വാങ്ങിച്ചു. 2 വീട്ടിൽ നിന്ന് ഇവിടെ, അവിടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വന്ന് പറമ്പ് മൊത്തം തെളിച്ചു, ഓല കൊണ്ട് മറച്ച് തെരുവ് കൊണ്ട് മേഞ്ഞൊരു വീടുണ്ടാക്കി. ആ വീടുണ്ടാക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ ജപമാല ചൊല്ലിയിട്ടാണ് പോരുന്നത്. അതിന് ഓല വാങ്ങിക്കാനായിട്ട് താഴെ ചെല്ലുമ്പോൾ അവർ ഓല വെറുതെ തരുന്നു, പൈസ പിന്നെ പറയാം. കവുങ്ങൊക്കെ ആണെങ്കിൽ വെട്ടിയെടുത്തോ, അതിന് വിലയൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും അങ്ങനെ തന്ന ഒരു മുറി, ഒരു അടുക്കള തിണ്ണയായിട്ട് ഓല കൊണ്ട് മറച്ച് ഒരു കുഞ്ഞു വീടുണ്ടാക്കി. 3-4 ദിവസത്തേന് എൻ്റെ
അവിടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വന്ന് എല്ലാ പണിയും ചെയ്തു. പിന്നെ ഇവിടെ താമസം ഞങ്ങൾ 2000 ആരംഭിക്കുവാണ്. അപ്പോൾ ഇവിടെ ജോൺചാൻ പാറത്തോട് വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2-3 ദിവസം ആ വീട്ടിലായിരുന്നു. അങ്ങനെ രാത്രി 3 മണിക്കേറ്റ് വീണ്ടും അപ്പം ജപമാല മുടക്കത്തില്ല. രാത്രി 3 മണിന്നൊരു സമയമുണ്ടെങ്കിൽ ഏറ്റവും 3 ജപമാലയും ചെല്ലും. അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പം പ്രാർത്ഥിക്കുന്ന എങ്ങനെയാ വെച്ചാൽ ഞങ്ങളെ ആരും ഇനി ഇറക്കി വിടത്തില്ല, വാടക കൊടുക്കണ്ട. അമ്മയാണ് ഞങ്ങൾക്ക് കിടപ്പിടം തന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞ, അമ്മേ പൊന്നാവന മക്കൾക്ക് വീട് തന്നു, കടത്തിണ്ണയിലും വാടകയ്ക്കും കഴിയുന്ന എത്രയോ മക്കൾ ഞങ്ങൾക്ക് തന്നതുപോലെ 5 സെൻറ്റ് മണ്ണ് ആ മക്കൾക്കും കൊടുക്കാൻ എൻ്റെ അമ്മയ്ക്കൊന്നും പറയാവോ? പിന്നെ സങ്കടം അതെ. അങ്ങനെ വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കും, എന്നും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. രാത്രി 3 മണിക്ക് ഒത്തിരി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം മിറ്റമടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഓലമറ മാറ്റി പച്ചക്കട്ട പിടിച്ച് വീട് വെക്കുന്നൊരു ചിത്രം കാണുക. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ പച്ചക്കട്ട പിടിച്ച് ഈ വീട് പണിയാനായിട്ട് പൊന്നു മക്കൾക്ക് പറ്റുമോ? എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ജപമാല ചോദിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വചനം വരിക. വിശുദ്ധ ലൂക്ക 12:24. കാക്കകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് ഒരു തീറ്റിപ്പോറ്റുന്നില്ലേ? പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞ പക്ഷികളെക്കാളും വിലപ്പെട്ടവരാ ഞങ്ങളല്ലേ എന്ന് പറഞ്ഞ ഈ വചനം പറയും. രാത്രി പകലൊക്കെ നടക്കുമ്പം ജപമാല മനസ്സിൽ വരും, ചെല്ലും, ഈ വചനം പറയും. നമ്മളൊരു 5 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇടവക പള്ളിയിലെ വികാരിയച്ഛൻ സ്ഥലം മാറിപ്പോയി. വേറെ അച്ഛൻ വന്നു. ആ വർഷം പള്ളിയുടെ ജൂബിലിയാണ്. ജൂബിലിയോടനുബന്ധിച്ച് 5 വീട് പണിത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം 5 വീട് പണിത് ഇങ്ങനെയാണ്. അച്ഛൻ പറഞ്ഞു, ഇടവകയിൽ ജാതിയോ മതമോ ഒന്നും നോക്കണ്ട, 20,000 രൂപ 25,000 രൂപ കയ്യിൽ സൂക്ഷിച്ചിട്ടുള്ളവരെ കണ്ടുപിടിക്കണം. അങ്ങനെ കൈക്കാരന്മാരും കമ്മിറ്റിമാരൊക്കെ ഇറങ്ങി അങ്ങനെ വീടെല്ലാം കണ്ടുപിടിച്ചു. 4 വീട് കണ്ടുപിടിച്ചു. ഒരു വീടും കൂടെ ഇല്ല. അപ്പം കമ്മിറ്റിക്കാരൻ ചേട്ടൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഇവർക്ക് വീട് കൊടുക്കുക. അപ്പം അച്ഛൻ ചോദിച്ചു, കുറച്ചെങ്കിലും പൈസ അവരുടെ കയ്യിലുണ്ടോ? പൈസ കാണാൻ സാധ്യതയില്ല അച്ഛാ, ഞങ്ങൾ കൂട്ടായ്മയെന്ന് എല്ലാവരും കൂടെ സഹകരിച്ച് പണിതോളാം. അപ്പം അച്ഛനിങ്ങനെ പറയാ, എങ്ങനെയാ, നാണം കെടിയാലെന്ന് ഉറപ്പാണോ? വീട് പണിയോന്ന് ചോദിച്ചാൽ നേരത്തേനും. ആ ചേട്ടൻ പറഞ്ഞു, പണിയോ അച്ഛാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് അച്ഛൻ പറഞ്ഞത്, വീട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പൂർത്തീകരിച്ച് കൊടുക്കാൻ നമുക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാവട്ടോ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു. ഞങ്ങൾ പിറ്റേ ദിവസം ഞാൻ ജോൺചാനോട് ഞങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. പകൽ മുഴുവനും ജപമാല ചൊല്ലി. 3 മണിയായപ്പോൾ വചനം തുറന്നെടുത്തു. ഈ പൈസ മേടിക്കണോ മേടിക്കണ്ടയോ? അമ്മ പറയും ഈശോയോട് പറയാൻ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. വചനം മറിച്ചെടുത്തു. വചനം തൊട്ട വചനം ഇത് തന്നെ, വിശുദ്ധ ലൂക്ക 12:24. ആ വചനം കിട്ടുക. അങ്ങനെ വീട് പണിയുന്നുണ്ടെങ്കിൽ അച്ഛനെ ചെന്ന് കാണണം. ജോൺചാൻ വൈകുന്നേരമായപ്പോൾ അച്ഛനെ കാണാനായിട്ട് പോയി. ചെന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ ചോദിച്ചു, എന്നാ വന്നത്? അപ്പം അച്ഛൻ ആരെയും പരിചയമൊന്നുമില്ല. അച്ഛൻ വന്നിട്ട് 5 മാസമായുള്ളൂ. ആ വർഷം പള്ളിയുടെ ജൂബിലി. അപ്പം അച്ഛൻ ചോദിച്ചു, എന്നാ വന്നത്? അച്ഛൻ ഇങ്ങനെ വാർഡ് പ്രസിഡന്റ് ഇന്നലെ വീട്ടിൽ വന്നായിരുന്നു, വീട് പണിയുന്ന കാര്യം പറഞ്ഞായിരുന്നു. അച്ഛൻ ചോദിച്ചു, എങ്ങനെയാ, കുറച്ചെങ്കിലും പൈസ കയ്യിലുണ്ടോ? ജോൺചാൻ പറഞ്ഞു, പൈസയൊന്നും കയ്യിലില്ല, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. ഉടനെ അച്ഛനൊന്നും മിണ്ടില്ല. നല്ല മെസ്സേജൊക്കെ ഉള്ള അച്ഛനാ. അച്ഛൻ എന്നിട്ട് ഇങ്ങനെ മിണ്ടാതിരുന്നു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, വീട് പണിതോ കേട്ടോ, ഒരു ദിവസം പോലും പണിക്ക് മുടക്കം വരികയില്ല. അങ്ങനെ പറഞ്ഞു വിട്ടു. വീടിൻ്റെ പണി തുടങ്ങുക. അപ്പോൾ അയലക്കാരും കൂട്ടുകാരും എല്ലാവരും കൂടി വീട് തറ വലിക്കാൻ തുടങ്ങുന്നു. ഇപ്പോഴേ ബിനോ ബ്രദർ ധ്യാനിപ്പിക്കുന്നേ എല്ലാം ബ്രദർ തെള്ളിത്തോട് പള്ളിയിൽ ഒരു വണ്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രദറിൻ്റെ അടുത്ത് ജോൺചാൻ പോവുക. ഞാൻ ബ്രദർ ഇന്ന് വരുന്നുണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് വരാം, വീട് പണിയുടെ കാര്യം പറയാമെന്നും പറഞ്ഞ് ബ്രദറിൻ്റെ അടുത്ത് ചെന്നു. പ്രാർത്ഥിച്ചു. ബ്രദറെ വീട് പണിയാണ്, ഇങ്ങനെ പള്ളിയിൽ നിന്ന് വീട് പണിതായിരുന്നു, അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം, ഇത്ര പൈസ കിട്ടത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. ഉടനെ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറയാം, ആ വീട് കർത്താവ് നേരിട്ട് പണിയുവാണല്ലോ, നിങ്ങൾ തറ വലിക്കുന്നിടത്ത് മാതാവ് നിൽപ്പുണ്ട്, 10,000 രൂപ മാതാവിൻ്റെ കയ്യിലിരിപ്പുണ്ടെന്ന്. ആ വീടിൻ്റെ തറയങ്ങ് വലിക്കാനായിട്ട് തുടങ്ങി. തറ വലിച്ച്
കുറച്ചങ്ങ് ചെന്നപ്പോഴത്തേനും മൊത്തം മട്ടി മണലായി. ആ മണലെല്ലാം വാരിക്കൂട്ടി. ഒരു ചിരട്ട മണൽ പോലും പുറമേന്ന് വാങ്ങിക്കാതെ ആ മണൽ കൊണ്ട് വീടിൻ്റെ പണി പൂർത്തിയാക്കുക. ആ വീടിൻ്റെ പണി ഓരോന്നും ചെയ്യുമ്പം ഞാൻ ഓർക്കുന്നു, ആദ്യമേ വീട് പണിയാനായിട്ട് ഞങ്ങൾ പള്ളിയിൽ പ്രയർ ഗ്രൂപ്പിൽ ഇരിക്കുമ്പോഴാണ് കൊച്ചച്ഛൻ വന്ന് പറയുന്നത്, ജോണി ചേട്ടാ കട്ടൻ ജനലും ഒക്കെ വരുന്നുണ്ട്, വേഗം വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ പ്രയർ ഗ്രൂപ്പിൽ നിന്ന് പപ്പ ഇറങ്ങിപ്പോയി. പപ്പയും അടുത്തുള്ള കമ്മിറ്റിക്കാരൻ ചേട്ടനും കൂടെ ഇറങ്ങിപ്പോയി. അവിടെ ചെന്ന് കട്ട ഇറക്കാനുള്ള സ്ഥലം തെളിക്കണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാനോർത്ത് രാവിലെ 9:30 ആയപ്പോൾ പ്രയർ ഗ്രൂപ്പിൽ വന്ന എല്ലാവരും. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവർ തന്നെ പോയാൽ കടുംചായ തിളപ്പിച്ച് കൊടുക്കണമല്ലോ എന്ന് ഓർത്ത് ഞാനും പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അപ്പം അടുത്ത വീട്ടിൽ ചെന്നിട്ട് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ചായപ്പൊടി കാണുമോ ഇച്ചിരി എടുക്കാനായിട്ട്? ചേച്ചി പറഞ്ഞു ഉണ്ടല്ലോ, പഞ്ചസാരയുണ്ടോ? ഉണ്ട്. അവർ കട്ട ഇറക്കുമ്പോൾ ഇച്ചിരി ചായ കൊടുക്കാനാ ചേച്ചിന്ന്. അപ്പം ഞാൻ പപ്പയോട് പറയാം, ജോൺസാനോട് പറഞ്ഞു, ജോൺസാ ചെല്ല, ജോൺസാൻ ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചോണ്ടോ. നേരത്തേനും കൂട്ടായ്മയെന്ന് എല്ലാവരും കൂടെ കട്ട ഇറക്കാൻ വേണ്ടി ഇവർ സ്ഥലം തെളിച്ചപ്പോഴത്തേനും അവിടെ എത്തി. അപ്പം വേഗം എന്ന് പറഞ്ഞു, എന്നാൽ ജോൺസാൻ 2 പാക്കറ്റ് ബ്രെഡ് മേടിച്ചോണ്ടോ, അതിന് പൈസയില്ല. അപ്പോൾ വേഗം അവിടെ ഒരു മീൻ ചേട്ടനോട് 50 രൂപ മേടിച്ചിട്ട് വാങ്ങിക്കാം എന്ന് വിചാരിച്ച് പോകാൻ തുടങ്ങിയപ്പം ഈ വന്ന ഒരു ചേട്ടൻ ഏറ്റവും പുറകിലാണ് വന്നത്. ആ ചേട്ടൻ തലയാഴ്ച ആദ്യമായിട്ട് പ്രയർ ഗ്രൂപ്പിൽ വരുന്നത്. ഈ ചേട്ടൻ ചോദിച്ചു, ജോണി എങ്ങോട്ടാന്ന്? ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. കടയ്ക്ക് പോകാനാണെങ്കിൽ പോകണ്ടെന്ന് പറഞ്ഞു. ഈ ചേട്ടൻ്റെ കയ്യിൽ ചേട്ടൻ കൊണ്ടുവന്ന അവലും ശർക്കരയും തേങ്ങയും തേയിലയായിരുന്നു. ഞങ്ങൾ പിറ്റേ ദിവസം ആ കട്ട ഇറക്കുമെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ജവമാല ചൊല്ലിക്കൊണ്ടാണ് പോരുന്നത്. അമ്മ തന്നെ കട്ട ഇറക്കാൻ കൂടണം കേട്ടോ, ഇത് പറഞ്ഞിട്ടാ താമസം വരരുത്, അങ്ങനെ പറഞ്ഞാൽ പോരുന്നേ. എന്നിട്ട് പ്രിയമുള്ളവരെ, ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഈ അവൽ നനയ്ക്കുന്നത്. ഒരു സൈഡിലേക്ക് ഇല്ലെങ്കിൽ എൻ്റെ കണ്ണീര് വീണ ആ അവല് കുതിരും. ഞാൻ ഈ സൈഡിലേക്ക് ചെരിഞ്ഞിരുന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ ഈ അവല നനച്ചു. എല്ലാവരും കൂടെ ചുറ്റുള്ളവരൊക്കെ വേഗം വന്നു, എല്ലാവർക്കും അവലും ചായയും കൊടുത്തു. അവിടെ തുടങ്ങി പരിശുദ്ധ അമ്മ എൻ്റെ വീട് പണിയുടെ അത്ഭുതം. ഇപ്പം പണിക്കൂലി നമ്മൾ കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. ഒരു ദിവസത്തെ ഭക്ഷണം പോലും 3 മാസം കൊണ്ട് വീട് പണിത് പൂർത്തിയാക്കണം. ജനുവരി 26-ാം തീയതി താക്കോല് കൊടുക്കുക വീടിൻ്റെ. അങ്ങനെ എന്നും രാത്രി 3 മണിക്ക്, എത്ര രാത്രിയായിട്ട് കിടന്നാലും, ഇപ്പം 12 മണിക്ക് കിടന്നാലും 1 മണിക്ക് കിടന്നാലും 3 മണിയാകുമ്പോഴേക്കും ജവമാല ചൊല്ലി മുട്ടയിൽ നിന്ന് കൈ വിരിച്ചൊടിച്ച് പ്രാർത്ഥിക്കും. അമ്മയോട് പറയും, നാളെ പണിയാൻ കൂട്ടിക്കൊണ്ട് വരുന്ന മക്കൾക്ക് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, അമ്മ അവരുടെ വീട്ടിൽ ഒരു കുറവും വരുത്തിയേക്കരുത് കേട്ടോ. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, ഒത്തിരി ആളുകൾ രോഗികളാണ് ഞങ്ങളെ സഹായിക്കാൻ കയറി വന്നത്. വർഷങ്ങളായിട്ട് 5 കിലോ പോലും 2 കിലോ പോലും ഷിമ്മിക്കൂട്ടിൽ ഒരു അരി കെട്ടി തലയെ വെച്ചെടുക്കാൻ പറ്റിയല്ലാത്തൊരു ചേട്ടൻ കട്ട ചുമക്കുക. 45 പേരുണ്ട് വീടിൻ്റെ മലയിലേക്ക് ചുമക്കണ്ടേ. കട്ട ചുമക്കാൻ കൂടി ഇപ്പോൾ ഈ ചേട്ടൻ ഇടയ്ക്കുന്നൊരാൾ മാറിയപ്പോൾ 2 നട കട്ടയെടുത്തു. അപ്പോൾ ഈ ചേച്ചി വെള്ളമൊക്കെ, ചേച്ചിക്ക് പറ്റത്തില്ല, ചേച്ചി ഭക്ഷണം ഉണ്ടാക്കാനും വെള്ളം തിളപ്പിക്കാനൊക്കെ കൂടുന്നു. ചേച്ചി വന്നിട്ട് പറയാം, നാളെ കിടന്നുറങ്ങിയല്ല 2 കിലോ അരി ഷിമ്മിക്കൂട്ടി കെട്ടി തലയിൽ വെച്ചുകൊണ്ട് വന്നാൽ ചേട്ടൻ ഉറങ്ങാറില്ല. ഞാൻ പിറ്റേ ദിവസം രാവിലെ ചെന്ന് കൈകൊണ്ട് തല പൊക്കണം ചേട്ടനേക്കണമെങ്കിൽ, നാളെ എങ്ങനെയാകുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ചേട്ടനല്ലേ അതറിയത്തുള്ളായിരുന്നു. ചേട്ടൻ പിന്നെ എന്തിനാ ഇടയ്ക്ക് ആ കട്ട ചുമന്നത് എന്ന് ചോദിച്ചു. ഞങ്ങൾ രാത്രി 3 മണിക്കേറ്റ് പ്രാർത്ഥിച്ചു, അമ്മയുടെ കുഞ്ഞിനെ അമ്മ ചെന്നത്തോട് ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചു. വന്ന എല്ലാവരെയും സമർപ്പിച്ചു. ആ ചേട്ടൻ ചെന്ന് പറഞ്ഞിട്ടാവാം എൻ്റെ വീട് പണിയാനായിട്ട് ഒത്തിരി ആളുകളായിരുന്നു. ചേട്ടൻ്റെ പരിപൂർണ്ണ സൗഖ്യം കിട്ടി. ചേട്ടൻ രാവിലെ ഏറ്റു കുനിഞ്ഞു നോക്കുന്നു, നിവർന്ന് നോക്കുന്നു, ചെരിഞ്ഞു നോക്കുന്നു, തിരിഞ്ഞൊക്കെ നോക്കിയിട്ടും ചേട്ടന് വേദനയില്ല. ഈ ചേട്ടൻ ചെന്ന് പറഞ്ഞിട്ടാണ്, ഞങ്ങളുടെ വീട് പണിതപ്പോൾ സിമെൻറ്റ് ചുമക്കാൻ ആളുകളെ ചുമട്ടുകാരെ വിളിച്ചില്ലെന്ന് പറഞ്ഞാൽ അവരൊത്തിരി സങ്കടം പറഞ്ഞു. ഞങ്ങളുടെ വീട് പണിയാൻ കൂടി ഒരുപാട് പേർക്ക് കർത്താവ് സൗഖ്യം കൊടുത്താണ് വിട്ടത്. അങ്ങനെ ആ വീട് പണി പൂർത്തിയായി. വീടിന് തറ വലിച്ചുകൊണ്ടിരുന്നപ്പം മണലെല്ലാം വലിച്ച് മാറ്റിയപ്പം കമ്പി കുത്തി താത്തി, കമ്പി എടുത്തപ്പോഴത്തേനും വെള്ളം, പിന്നെ അവിടെ കിണർ താത്തി, ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയാണ് ഈ വീട് വെഞ്ചിരിപ്പിന് ഉപയോഗിക്കുന്നത്. നമ്മളവിടെ താമസം ആരംഭിച്ചു. അപ്പം മുമ്പോട്ട് ജീവിക്കാൻ വലിയ മാർഗമൊന്നുമില്ല. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, മക്കളെ ഒരു 10 തടം പാവലിടുവാണെങ്കിൽ നമുക്ക് മഴക്കാലത്ത് അരി വാങ്ങിക്കാം. അങ്ങനെ ചേച്ചി പറഞ്ഞു, പാവയ്ക്ക വിത്ത് ഞാൻ തരാം, 10-15 ദിവസം കഴിയുമ്പോൾ ഇച്ചിരി ചാണകം വെള്ളം കലക്കി ഒഴിച്ചാൽ മതി
അങ്ങനെ നമുക്ക് മഴക്കാലത്ത് അരി മേടിച്ച് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി പാവയ്ക്ക വിത്തൊക്കെ കൊണ്ടുത്തന്നു. ഞങ്ങൾക്ക് വലിയ കൃഷി ചെയ്യാനൊന്നും അറിയത്തില്ല, എങ്കിലും ചെറുതായിട്ട് പാവൽത്തടം കുരിശടയാളം വരച്ചിട്ട് ഈ പാവയ്ക്ക വിത്ത് നട്ടുവെച്ചു. അത് എല്ലാം മുളച്ച് പൊങ്ങി നല്ല നല്ല ഇലയായിട്ടെല്ലാം ഇങ്ങനെ നിൽക്കുക, 2 ഇലയും കൂമ്പായിട്ട് നിൽക്കുക. അപ്പം ഞാൻ ദിവസം വെള്ളത്തിന് ഇറങ്ങി പോകുന്ന സമയത്ത് എല്ലാം മൊത്തം ഇങ്ങനെ പുഴുവരിച്ച് ഇപ്പടി തുള പിടിച്ച് നിൽക്കുക. അപ്പം ഞാൻ ഈ വെള്ളക്കലം ഇല വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് കൊള്ളാം, ഇതിൻ്റെ വേറെ അടിയിലേക്ക് പോയത് ഇല മുകളിലേക്ക് വന്നത് ഈശോ കണ്ടല്ലേ, ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന തന്നെ എന്ന് ചോദിച്ച് അതിൻ്റെ മേലെ കുരിശടയാളം വെച്ചാൽ കയറിപ്പോയി. പിറ്റേ ദിവസം ഞാൻ വരുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് പാവലയിൽ ആ ഇല. അപ്പം ഞങ്ങൾ വിത്ത് പാകിയിട്ട് ജപമാല ചെല്ലുമ്പം ഒരു രഹസ്യം ഈ പാവലിന് വേണ്ടി ചെല്ലുമായിരുന്നു. അങ്ങനെ അന്ന് തീരുമാനിച്ചു, ഇനി ഒരിക്കലും വിഷമടിക്കത്തില്ല, ജപമാല ചൊല്ലി തന്നെ പാവൽ കൃഷി ചെയ്യണം. അങ്ങനെ ഞങ്ങളെന്നും പിന്നെ പാവല് പന്തലെ കയറി കഴിഞ്ഞപ്പം രാത്രി 3 മണിക്കേക്കും ജപമാല ചെല്ലാൻ. ഇപ്പോൾ വീട്ടിലൊരു കൊന്ത സന്തോഷത്തിൻ്റെ രഹസ്യം വീട്ടിൽ ചെല്ലിട്ട് ബാക്കി 2 കൊന്തയും ചെല്ലുന്നത് പാവലിനകത്താണ്. അപ്പോൾ അങ്ങനെ പാവയ്ക്കൊക്കെ ഉണ്ടാകാൻ തുടങ്ങി, നല്ല മുഴുത്ത പാവയ്ക്ക. ആ പാവയ്ക്കൊക്കെ ഉണ്ടാകുന്ന ബീച്ചയും വണ്ടും ഒക്കെ വന്നിരിപ്പുണ്ട്, എല്ലാം ഇല തുളച്ച് വെക്കും, പക്ഷെ ഒരെണ്ണം പോലും പാവയ്ക്ക തൊടിയല. അപ്പോൾ ആൾക്കാർ ഞങ്ങളോട് ചോദിക്കും, അവർ വന്നിങ്ങനെ തൊട്ട് കാണിച്ചത് വണ്ട് ചത്തിരിക്കുന്നു, ഇതെന്നാ ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ രാത്രിക്ക് വിഷം അടിച്ചോ? ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പാവലിനകത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. പാവയ്ക്ക ചെത്തുമ്പം പ്രിയപ്പെട്ടവരെ പാവയ്ക്ക എല്ലാം 1 കിലോയ്ക്ക് 900 ഗ്രാമാണ് ഒരു പാവയ്ക്ക. അങ്ങനെ കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. എന്നിട്ട് ഒത്തിരി ആളുകൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ബന്ധുക്കോസുകാരാണോ? ഇല്ല, ഞങ്ങൾ ഇവിടെ കത്തോലിക്ക പള്ളിയിലാണ് പോകുന്നത്. അതുപോലെ ഞങ്ങൾ പാവയ്ക്ക ചെത്തുന്നത് ബേസിനകത്തേക്ക് ചെത്തി വെച്ചിട്ട് പ്രാർത്ഥനാമുറി വെച്ച് ഞങ്ങൾ ഒരു ദിവസം ജപമാല ചൊല്ലി വചനമൊക്കെ പറഞ്ഞ് പുറപ്പാട് 15, 26, ജ്ഞാനം 16, 12 ഈ പാവയ്ക്ക കഴിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഈ പാവയ്ക്ക വയ്ക്കുന്നത്. അങ്ങനെ പാവയ്ക്ക കൊടുത്ത് 18 വർഷം ഞങ്ങൾ പാവൽ കൃഷി ചെയ്ത് വിഷമടിക്കാതെ പാവൽ കൃഷി ചെയ്ത് മലയിൽ ജീവിച്ചു. അപ്പോൾ ഒത്തിരി ആളുകൾക്കൊക്കെ തമ്പുരാൻ വയറുവേദന, അങ്ങനെ അസിഡിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൗഖ്യം കൊടുത്തായിട്ട് ഞങ്ങൾ കേൾക്കാനിടയായി. അതുപോലെ തന്നെ ഞങ്ങളവിടെ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ 10-17 വർഷമായി മലയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. ആ താമസിക്കുന്ന സമയത്ത് നമ്മുടെ വീടിനടുത്തുണ്ടായിരുന്നൊരു സ്ഥലം വിറ്റ് അവർ താഴെ 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് നല്ല വീട് പണിത് അങ്ങോട്ട് പോയി. ഇപ്പോൾ ഈ സ്ഥലം വാങ്ങിച്ച ആൾ പറമ്പ് നിറച്ച് കൊടിയിട്ട് കഴിഞ്ഞപ്പം അവർ വേനക്ക് കൊടി നനയ്ക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ഓസ് എടുത്ത് കളഞ്ഞു. നമ്മുടെ എല്ലാം 3 ഓസിട്ട് എല്ലാവരുടെയും ഓസ് എടുത്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് വെള്ളത്തിന് ഒത്തിരി ബുദ്ധിമുട്ടായി, വിഷമം തോന്നി. പിന്നെ ഞങ്ങൾ എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 4-5 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞുമകനൊരു പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്ന് ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഉടനെ പപ്പയുടെ പെങ്ങളുടെ മോനും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കൊച്ചു പറഞ്ഞു, നമുക്കൊന്ന് സ്തുതിക്കാം അമ്മച്ചി. ഞങ്ങളെല്ലാവരും കൂടി ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ മുട്ടയിൽ നിന്ന് കര ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ചിത്രം കാണിച്ചുതരാം. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ താഴെ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്, ഒത്തിരി താഴെ പോകണം, അവിടെ നിന്നാണ് വെള്ളം ചുമക്കുന്നത്. അപ്പം വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനൊരു ചിത്രം കാണുക. ഒരുപാട് ആളുകൾ നമ്മുടെ വീട്ടിൽ നിന്ന് പല കളറ് കുപ്പിക്കകത്ത് വെള്ളം കൊണ്ട് ഇറങ്ങിപ്പോകുന്നു. കുറേ ആളുകൾ കുപ്പിയായിട്ട് കയറി വരുന്നു. മെസ്സേജ് അതേപടി പറഞ്ഞു. അന്നേരം പപ്പ പറഞ്ഞു, വെള്ളം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, നമുക്ക് സ്തുതിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. സ്തുതിച്ചപ്പം പച്ച മലയാളത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഏറ്റവും മണ്ടയിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാറ്റത്താടുന്നൊരു മരത്തിൻ്റെ ചില്ല കാണിച്ചു തന്നു. വേറൊരു ചെറിയ ഇല പോലും അനങ്ങുന്നില്ല. ആ ചില്ല കാണിച്ചു തന്നിട്ട് ആ മരത്തിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി എങ്ങും മാറിയാൽ കട്ടിപ്പാറയാന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ അത് കുത്തിയാൽ പൊട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ കമ്പി കൊണ്ട് ഈ പാറയ്ക്കിട്ട് കുത്തുന്നു. 5-6 കുത്തിയപ്പോഴത്തേന് ഈ പാറ അങ്ങ് പൊട്ടിയിരുന്നു. എന്നിട്ട് ആ കമ്പിയുടെ മുനകൊണ്ട് കല്ലിളക്കുന്നു. വേറെ 2 കൈ വന്ന് ഈ കല്ല് പെറുക്കി മാറ്റുന്ന കാണിച്ചു തന്നിട്ട് ഈശോ പറയും, ആ കല്ലങ്ങ് പെറുക്കി മാറ്റി കഴിയുമ്പോൾ 2 സൈഡിൽ നിന്നും പാറയോ കേട്ടോ. അതിനിടയ്ക്ക് അപ്പടി മണ്ണാന്ന് പറഞ്ഞു. ഈ മണ്ണ് മണ്ണ് വേറെ ഒരാൾ തൂമ്പ കാണുന്നുണ്ട്. 2 പാറക്കിടക്കുന്ന മണ്ണ് കോരി എറിയുന്ന കാണിച്ചതുകൊണ്ട് പറയാം, ആ മണ്ണം കോരി മാറ്റിക്കഴിയുമ്പോൾ ഇത്ര ഇടയുള്ളെന്നും പറഞ്ഞ് കൈ പിടിച്ച് കാണിച്ചു തന്നു. അതിനകത്ത് വെള്ളം കിടപ്പുണ്ട്. ഞങ്ങൾ വെളുപ്പിനേറ്റു, 4 ജപമാലയും ചൊല്ലി പള്ളിയിൽ പോയി കുർബാനയ്ക്ക് സമർപ്പിച്ചു വന്നു. ചായയൊക്കെ തിളപ്പിച്ച് കുടിച്ച് വേഗം മലയിലേക്ക് കയറിപ്പോയി. അവിടെ ചെന്ന് അതുപോലെ തന്നെ ഈ കാടൊക്കെ വെട്ടി തെളിച്ചിട്ട്
ഈ പാറ അതുപോലെ കുത്തി 5-8 കുത്തിയപ്പോഴത്തേനും ഈ പാറ പൊട്ടിയിരുന്നു. വേഗം പെങ്ങളുടെ മോനുണ്ടെന്ന് പറഞ്ഞില്ല, ആ കല്ലെല്ലാം പെറുക്കി മാറ്റി 2 സൈഡിൽ നിന്നും പാറ. ഒരു മുടിനാരിന് വ്യത്യാസം ഉണ്ടല്ലേ, ആ മെസ്സേജിന് വ്യത്യാസമുള്ളൂ. 5:30 ആയപ്പോഴത്തേനും വെള്ളം കുമള പോലെ ഇങ്ങ് പൊങ്ങി വന്നു. ഒത്തിരി ആളുകൾ വന്നു. പ്രിയപ്പെട്ടവരെ, പിറ്റേ ആഴ്ച പെസകയാണ്. ആ പെസകായുടെ അന്ന് ഞങ്ങൾ വന്ന് കിടക്കും. ഒരുപാട് ആളുകൾ വെള്ളം കാണാൻ വരുമോ രാത്രിക്ക്. അപ്പം ഞങ്ങൾ 2:30 വന്ന് കിടക്കുമ്പോൾ വരുന്നവർ ചോദിക്കുന്നുണ്ട് എവിടെയുള്ളവരാ സ്ഥാനം കണ്ടതെന്ന്. അപ്പം ഞങ്ങൾ വന്ന് 5 മണിയായപ്പോഴത്തേനും ആൾ വന്ന് വീട്ടിൽ വിളിക്കുക, ഞങ്ങൾക്ക് ഈശോ തന്ന വെള്ളമല്ലേ, അപ്പം പാലും ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഒഴിക്കാനാ എന്നും പറഞ്ഞ് അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പല കളറ് കുപ്പിയായിട്ട് ആളുകൾ വന്ന് വെള്ളം കൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ ഓരോ ദിവസവും കരം പിടിച്ച് ഞങ്ങളെ നടത്തുന്നു. ജപമാലയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ദൈവം ശുശ്രൂഷ വഴികൾ നമ്മളെ തുറന്നു തന്നു. അതോടൊപ്പം ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാനായിട്ട് പലയിടങ്ങളിലും പല ശുശ്രൂഷ മേഖലയിലേക്കും കടന്നില്ല. മധ്യസ്ഥ പ്രാർത്ഥന, കൗൺസിൽ ശുശ്രൂഷ, ഇങ്ങനെ ആ തലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് സഞ്ചരിക്കുവാനായിട്ട് വാഹന ബുദ്ധിമുട്ടുണ്ടായി. ആ സമയത്ത് പ്രാർത്ഥിച്ച മാതാവേ, ഞങ്ങൾക്ക് ഒരു വാഹന സ്കൂട്ടി ഒരെണ്ണം നൽകണം. ഞങ്ങൾ നമ്മുടെ സമയങ്ങളിൽ യാത്ര ചെയ്യുവാനായിട്ടുള്ള സൗകര്യപ്രദമാകുവാൻ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ജപമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് നടന്നു പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു വിഷൻ കാണിച്ചു തരുവാണ്. ഈ ഒരു വാഹനം കൊടുക്കുന്ന ഒരു കാര്യം നമ്മുടെ കൂട്ടുകാരൻ വാഹനം വിൽക്കുന്ന കാര്യം പറഞ്ഞു. ഞങ്ങൾ ആ സഹോദരൻ പൊന്മുടി എന്ന് പറയുന്ന ആ പ്രദേശത്താണ് മകൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാണുന്ന ഒരു ദർശനം എന്ന് പറഞ്ഞാൽ, ഈ പൊന്മുടി പള്ളിയുടെ മുറ്റത്ത് വാഹനം കൊണ്ടുപോയിട്ടിരിക്കുന്നു. ആ മകൻ അൾത്താരയുടെ ഇങ്ങേ സൈഡിൽ നിൽക്കുന്നു, ഞാൻ അൾത്താരയുടെ ഇങ്ങേ സൈഡിൽ നിൽക്കുന്നു. അപ്പോൾ അതിന് മാതാവ് പള്ളിക്കുള്ളിൽ നിന്ന് രൂപക്കോട് തുറന്നിട്ട് മാതാവ് നടന്ന് ഇങ്ങനെ നേരെ മുറ്റത്തേക്ക് വന്നിട്ട് വാഹനത്തിൻ്റെ സീറ്റയിൽ കുരിശ് വരച്ചിട്ട് മാതാവ് ഇങ്ങനെ കറങ്ങി മകൻ്റെ അടുത്ത് വന്നു. അവൻ്റെ അടുത്ത് വന്നപ്പോൾ മകൻ താക്കോലെടുത്ത് കൊടുത്തു. ആ താക്കോൽ എൻ്റെ കയ്യിലോട്ട് മാതാവ് ഇപ്പുറം കടന്നു വന്നിട്ട് ഞാനിവിടെ നിൽക്കുകയായിരുന്നു. മാതാവ് എൻ്റെ കയ്യിലോട്ട് താക്കോൽ, ഞാൻ 2 കൈ നീട്ടി താക്കോൽ വാങ്ങി. അങ്ങനെ ആ ഒരു വിഷൻ ഇങ്ങനെ കാണുകയാണ്. അത് കണ്ടു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് അതിന് സാമ്പത്തിക കാര്യങ്ങളെല്ലാം വേഗം ക്രമീകരിച്ച് വന്നു. ഒരു പള്ളിയിലൊരു ചിട്ടി ഉണ്ടായിരുന്നു. ആ ചിട്ടി ഉടനെ തന്നെ എൻ്റെ പേരിലേക്ക് ചിട്ടി കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞതോടൊപ്പം തന്നെ തൊഴിലുറപ്പിൻ്റെ കുറേ പൈസകൾ കുറേ കിട്ടാനുണ്ടായിരുന്നു. ആ തടസ്സം മാറി അത് നമുക്ക് കിട്ടി. അങ്ങനെ വാഹനം മേടിക്കാനുള്ള പൈസകൾ മാതാവ് ക്രമീകരിച്ച് തന്നു. അങ്ങനെ തന്നതിന് ശേഷം വാഹനം കിട്ടി. ഞങ്ങൾ മലമുകളിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ജപമാല ചൊല്ലി എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 20 വർഷങ്ങൾ ഞങ്ങൾ മലമുകളിൽ താമസം ആരംഭിച്ചിട്ട് 20 വർഷം പൂർത്തിയായി. അപ്പോൾ അടുത്ത് അയൽവാസികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ മലമുകളിൽ നിന്ന് താഴെ ഇറങ്ങി വീട് വയ്ക്കാനുള്ള സ്ഥലമൊക്കെ വാങ്ങി വീട് വയ്ക്കുകയും കുറേ ആളുകൾ സ്ഥലം വിറ്റ് പോവുകയും ഇങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവേ, ഞങ്ങൾക്ക് താഴെ ഇറങ്ങി ശുശ്രൂഷകാരങ്ങളായിട്ട് പോകുവാനുള്ള സൗകര്യത്തിന് ഞങ്ങൾക്ക് നല്ലൊരു ഭവനം നൽകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മ ഞങ്ങൾക്ക് ഇവിടെ ഒഴിവരുന്ന ദേശത്ത് ഞങ്ങൾക്ക് കൊണ്ടാട് ഇടവക ആയിട്ട് ഞങ്ങൾക്ക് ഒരു ഭവനം തമ്പുരാൻ ഒരുക്കി തന്നു, ഒരു ബ്രദറിലൂടെ. അതിലൂടെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്, ഞങ്ങൾക്ക് മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഒരു ഗ്രോട്ട വേണം, ആ ഗ്രോട്ടയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. നമുക്ക് ദാനമായി നൽകിയ ആ ഭവനത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് മാതാവിലൂടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹങ്ങൾ, ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവിലൂടെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരുന്നുകൊണ്ട് ജപമാലയിലൂടെ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു.